നമസ്കാരം. എവർക്കും ഡെയിലി ന്യൂസ് അനലിസ്റ്റ് സ്വാഗതം. ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ന്യൂസ് ഫസ്റ്റ് ആർട്ടിക്കിൾ ഇൻസാറ്റ് 3DS സാറ്റലൈറ്റ് സെൻഡ് ടു ലോഞ്ച് പോർട്ട് ഇൻ ശ്രീഹരിക്കോട്ട എന്നുള്ളതാണ്. സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 വരുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആർട്ടിക്കിളാണ് നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത്. അപ്പോൾ ISROയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആർട്ടിക്കിളാണ്. നമ്മൾ നേരത്തെയും ഇതുപോലുള്ള DNA ക്ലാസ്സുകൾ പറഞ്ഞിട്ടുള്ളതാണ്. ISRO അതേപോലെ തന്നെ ജാപ്പനീസ് സ്പേസ് ഏജൻസി ദെൻ ഈ പറഞ്ഞ പോലെ നാസ ദെൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി. അപ്പം ഇത്തരത്തിലുള്ള ഈ 4 സ്പേസ് ഏജൻസിയുടെ മിഷൻസ് നമ്മൾ വാർത്തയിൽ വരുമ്പോൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യണം. കാരണം അത് UPSC ഈ പറഞ്ഞ പോലെ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലൊക്കെ തന്നെ അല്ലെങ്കിൽ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലൊക്കെ തന്നെയാണെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. റീസെന്റ് നമ്മൾ ജാപ്പനീസ് സ്പേസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ മൂണിൽ ലാൻഡ് ചെയ്ത് അവരുടെ സ്ലിം എന്നുള്ള ഒരു മിഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ജാപ്പനീസ് സ്പേസ് ഏജൻസിയും ISROയും തമ്മിൽ ചേർന്നിട്ടാണ് നമ്മുടെ അപ്കമിംഗ് ആയിട്ടുള്ള മൂൺ മിഷൻ ഈ പറഞ്ഞ പോലെ ലുപ്പെക്സ് എന്നുള്ള മിഷൻ ഈ പറഞ്ഞ പോലെ കണ്ടക്ട് ചെയ്യുന്നുള്ള ഒരു പോയിന്റും നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 4 സ്പേസ് ഏജൻസീസ് ഒന്ന് ഓർമ്മ വെച്ചേക്കുക. ISRO, ജാപ്പനീസ് സ്പേസ് ഏജൻസി, നാസ ദെൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി. ഈ 4 ആൾക്കാരുടെയും ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ വാർത്തയിൽ വരുന്ന സ്പേസ് മിഷൻസ് ഒക്കെ തന്നെ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ISROയുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ ചന്ദ്രയാൻ മിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഈ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മിഷനായിട്ട് പറയേണ്ടതാണ് ഇൻസാറ്റ് 3DS സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് വരുന്ന ദിവസങ്ങളിൽ തന്നെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനായിട്ട് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് ഈ സാറ്റലൈറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഇൻസാറ്റ് 3DS ഓക്കെ, ഇറ്റ്സ് എ കൊളാബറേറ്റീവ് എഫേർട്ട് ബിറ്റ്വീൻ ISRO ആൻഡ് ഇന്ത്യൻ മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ. ഇന്ത്യയുടെ IMD-യും ISROയും കൂടെ ചേർന്നിട്ട് സംഘടിപ്പിക്കുന്ന ഒരു മിഷനാണ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് മിഷനാണ് ഇൻസാറ്റ് 3DS. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യൻ മെട്രോളജിക്കൽ ഓർഗനൈസേഷന്റെ ഒരു പങ്ക് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതൊരു ക്ലൈമറ്റ് ഒബ്സർവേറ്ററി സാറ്റലൈറ്റിന്റെ കൂട്ടായ്മയാണ്. ഇറ്റ്സ് എ സീരീസ് ഓഫ് ക്ലൈമറ്റ് ഒബ്സർവേറ്ററി സാറ്റലൈറ്റിനകത്ത് വരുന്ന ഒരു സീരീസ് ആണ് ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത്. കാരണം ഒരു 3 സാറ്റലൈറ്റ് കോൺഫിഗറേഷൻ ആണ് വരുന്നത്. ഇതിനു മുമ്പ് ഓൾറെഡി തന്നെ നമ്മൾ 2 സാറ്റലൈറ്റുകൾ ഇതേ ഒരു കോൺഫിഗറേഷൻ വരുന്ന ഒബ്സർവേറ്ററി സാറ്റലൈറ്റ്സ് 2 നമ്മൾ ഇതിനു മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 2013 2016 ബന്ധപ്പെട്ട് ഇൻസാറ്റ് 3Dയും അതുപോലെ ഇൻസാറ്റ് 3DR എന്ന് പറയുന്നത് ഓൾറെഡി തന്നെ ഓർബിറ്റിലുണ്ട്. ഈ ഒരു സീരീസിലേക്കുള്ള അതിന്റെ കംപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട തേർഡ് സാറ്റലൈറ്റ് ആണ് ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻ്റയർ ഈ ഒരു ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് മിഷൻസും കണ്ടക്ട് ചെയ്യുന്ന ISROയും ഇന്ത്യൻ മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ കൂടെ ചേർന്നിട്ടാണെന്നുള്ള കാര്യം ഓർക്കാം. നമ്മുടെ ക്ലൈമറ്റ് സർവീസസ് ഒക്കെ തന്നെ കുറച്ചുകൂടെ ആക്യുറേറ്റും അതുപോലെ എയർലിയർ പ്രൊഡിക്ഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സഹായിക്കുന്ന ഒരു കൊളാബറേറ്ററി ഒബ്സർവേറ്ററി മിഷനാണ് ഈ ഇൻസാറ്റ് മിഷൻ എന്ന് പറയുമ്പോഴേക്കും. സോ എന്തായാലും ഈ അപ്കമിംഗ് ആയിട്ടുള്ള ഇൻസാറ്റ് 3DS നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജിയോ സിങ്ക്രോണസ് ലോഞ്ച് വെഹിക്കിൾ GSLV ഉപയോഗിച്ചിട്ടായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നമ്മൾ മിഷൻസ് ഒക്കെ തന്നെ കണ്ടക്ട് ചെയ്യുന്ന PSLV ലോഞ്ച് വെഹിക്കിൾ ഉണ്ട്, പോളർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉണ്ട്. അതുകൂടാണ്ട് നമുക്കുള്ളതാണ് ഈ പ്രധാന ഭാരം കൂടിയ വെയിറ്റ് കൂടിയിട്ടുള്ള അതേപോലെ തന്നെ വളരെയധികം ജിയോ സിങ്ക്രോണസ് ഓർബിറ്റിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ട സാറ്റലൈറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്ന GSLV ലോഞ്ച് വെഹിക്കിൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഇൻസാറ്റ് 3DS ലോഞ്ച് ചെയ്യാൻ പോകുന്ന GSLV റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണെന്നുള്ളൊരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. ഇത് എന്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് സീരീസ് ഓഫ് ക്ലൈമറ്റ് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ്സ് ആണ്. ഇതിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഹാൻസിങ് ക്ലൈമറ്റ് സർവീസസ് ആണ്. ഓൾറെഡി തന്നെ ഇതിന്റെ ഭാഗമായിട്ട് 2 ഓർബിറ്റിലുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇൻസാറ്റ് 3Dയും അതേപോലെ ഇൻസാറ്റ് 3DR-ഉമാണ്. ഓക്കെ, അതിലേക്കാണ് ഇപ്പോൾ ഇൻസാറ്റ് 3DS കൂടെ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിന്റെ മറ്റൊരു കുറച്ച് കാര്യം കൂടെ അറിയുവാണെങ്കിൽ ഈ ഓൾറെഡി തന്നെ ഓർബിറ്റിലുള്ള ഇൻസാറ്റ് 3DS-ഉം അതേപോലെ തന്നെ ഇൻസാറ്റ് 3DR-ഉം അതേപോലെ തന്നെ ഇൻസാറ്റ് 3Dയുടെയും കുറച്ച് കാര്യങ്ങൾ ഡേറ്റാസ് നമുക്ക് റീസെന്റ് തന്നെ വാർത്തയിലുണ്ടായിരുന്നു. ഉദാഹരണം പറയുവാണെങ്കിൽ പ്രധാനമായിട്ടും ഈ 2 സാറ്റലൈറ്റുകളിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് എയറോസോൾ ഒപ്റ്റിക്കൽ ഡെപ്ത് നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ഈ എയറോസോൾ ഒപ്റ്റിക്കൽ ഡെപ്ത് അനാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് സ്മോക്ക് ഫ്രം ബയോമാസ് നമ്മൾ ബേൺ ചെയ്ത് കഴിയുമ്പോഴേക്കും അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ ഈ പറഞ്ഞ പുറന്തള്ളുന്ന പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സിന്റെയും സ്മോക്കിന്റെയും അളവിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ എയറോസോൾ ഒപ്റ്റിക്കൽ ഡെപ്ത് അനാലിസിസ് ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഓൾറെഡി ഇപ്പം നിലവിൽ ഇതിന്റെ സീരീസിന്റെ ഭാഗമായിട്ട് ഓർബിറ്റിലുള്ള ഇൻസാറ്റ് 3Dയും 3DR സാറ്റലൈറ്റ്സുമാണ്. സോ എയറോസോൾ ഒപ്റ്റിക്കൽ ഡെപ്തും അതേപോലെ PM2.5 PM പർട്ടിക്കുലേറ്റ് മാറ്റർ എന്നുള്ളതാണ് കേട്ടോ. PM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലേറ്റ് മാറ്റർ 10 കോൺസെൻട്രേഷൻ ഒക്കെ തന്നെയാണ് നമ്മുടെ പൊല്യൂഷൻ ലെവലിനെ കുറിച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ കിട്ടിയ ഡേറ്റ പ്രകാരം റീസെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻസിലും ഈ AODയുടെയും അതേപോലെ PM2.5 PM10 ഒക്കെ തന്നെ കോൺസെൻട്രേഷൻ ലെവൽ വളരെ ഹയർ ആണ്. എസ്പെഷ്യലി ആ മേഖലകൾ ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ മേഖലകളിലാണ് കൃത്യമായിട്ട് വരുന്നത്. അവിടെ റീസെന്റ് ഡേറ്റാസ് ആയിരുന്നു ഈ കഴിഞ്ഞ ഒക്ടോബർ മുതൽ നവംബർ വരെ ഇതിന്റെ കോൺസെൻട്രേഷൻ ലെവൽ വളരെ കൂടുതലായിരുന്നു. കാരണം മറ്റൊന്നും ആയിരുന്നില്ല, സ്റ്റബിൾ ബേണിങ്സ്. നമ്മൾ വൈക്കോല് കത്തിക്കുക എന്ന് പറയില്ല. ഇപ്പം പാഡിയൊക്കെയാണെങ്കിൽ നമ്മൾ ഹാർവസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും റൈസ് ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ലെഫ്റ്റ് ഓവർ വരുന്നതാണ് ആ ഒരു സ്റ്റബിൾസ് ഒക്കെ. ആ ഒരു സ്റ്റബിൾ പലപ്പോഴും കർഷകർ ആ ഒരു പ്രദേശത്തിട്ട് തന്നെ പാടത്തിട്ട് തന്നെ ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൂടെ വരുന്ന ആ ഒരു
ബേണിങ്ങിലൂടെ വരുന്ന ആ ഒരു ബയോമാസ് ബേണിങ്ങിലൂടെ വരുന്ന സ്മോക്കിന്റെയും പർട്ടിക്കുലർ മാറ്റേഴ്സിന്റെയും ഫലമായിട്ടാണ് എയോഡിയും PM2.5 PM10 കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിക്കുന്നതായിട്ട് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഇൻസാറ്റ് 3Dയും 3DR സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചിട്ട് ഇന്ത്യക്ക് എവറി 15 മിനിറ്റ്സ് ഡാറ്റ കിട്ടും എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക. അറ്റ്മോസ്ഫിയറിക് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഡാറ്റാസ് കിട്ടും, ക്ലൈമാറ്റിക് ഡാറ്റാസ് കിട്ടും, നമുക്ക് വെതർ പ്രഡിക്ഷൻസ് ഒക്കെ തന്നെ കുറച്ചുകൂടി ഇപ്പം IMDയുടെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള വെതർ പ്രഡിക്ഷൻസ് ഒക്കെ വരുന്നതിന്റെ കാരണം ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ്സിന്റെ പ്രസൻസ് ആണ്. സോ എന്തായാലും ഇതിൽ നമ്മൾ ആദ്യമേ ലോഞ്ച് ചെയ്ത ഇൻസാറ്റ് 3D ആയിരുന്നു, 2013 ലോഞ്ച് ചെയ്തത്. ഇൻസാറ്റ് 3DR ആണ് 2016 ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ അതിന്റെ മൂന്നാമത്തെ ആ ഒരു കംപ്ലീറ്റ് മിഷന്റെ ഭാഗമായിട്ടാണ് ഇൻസാറ്റ് 3DS ഇന്ത്യ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് GSLV റോക്കറ്റ് എന്നുള്ള ഒരു പോയിന്റ് കൂടി മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, ഇത്രയും പോയിന്റ് ആണ്, ഒരു പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവാണ് ഈ ഒരു ആർട്ടിക്കിൾ കൃത്യമായിട്ടും വന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു ആർട്ടിക്കിളാണ് നമ്മുടെ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലൊക്കെ നോക്കാനായിട്ടുള്ള എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ് ഇന്ത്യ മ്യാൻമാർ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിനകത്ത് ഇന്ത്യ മ്യാൻമാർ റിലേഷൻസിനകത്താണ് ഈ ഒരു ആർട്ടിക്കിൾ വരുന്നത്. എ ക്ലോസർ ലുക്ക് അറ്റ് മ്യാൻമാർസ് ഡിസ്കണ്ടന്റ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ ഇന്ന് വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് ബീൻ 3 years 3 വർഷമായിട്ട് ഈ പറഞ്ഞ പോലെ മ്യാൻമാറിൽ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അല്ല ഭരണം നടത്തുന്നത്. അവിടുത്തെ നേരത്തെ പറയുവാണെങ്കിൽ ഓങ് സാൻ സുചിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആയിരുന്നു അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ ഇൻ ബിറ്റ്വീൻ ാണ് അവിടെ ഈ പറഞ്ഞ പോലെ മിലിറ്ററി ടേക്ക് ഓവർ നടക്കുന്നത്, ഇല്ലീഗലായിട്ട് മിലിറ്ററി അവിടെ ഭരണം പിടിച്ചെടുക്കുന്ന വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം മിലിറ്ററി ഭരണമാണ് മ്യാൻമാറിൽ നടക്കുന്നത്. അപ്പം അതിന്റെ 3 വർഷമായി ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അവിടെ ഇല്ലാതായിട്ട് 3 വർഷമായി എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വാർത്തയ്ക്കകത്ത് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഇന്ത്യ മ്യാൻമാർ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു ഏരിയാസ് ആണ്. അവിടങ്ങളിൽ എന്താണ് ഇപ്പോൾ പ്രസന്റ്ലി വന്നിരിക്കുന്ന മാറ്റങ്ങൾ, എവിടേക്കാണ് ഇന്ത്യ മ്യാൻമാർ റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം മ്യാൻമാർ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇന്റർനാഷണൽ റിലേഷൻസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന രാജ്യമാണ്. കാരണം ഒബ്വിയസ്ലി നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കുള്ള ഒരു ഗേറ്റ് വേ എന്നറിയപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ് മ്യാൻമാർ. കാരണം മ്യാൻമാർ നമ്മൾ പലപ്പോഴും നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിലൊക്കെ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഈ മ്യാൻമാർ എന്ന് പറയുവാണെങ്കിൽ. ആസിയാനൊക്കെയൊക്കെയാണല്ലോ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കണക്റ്റിംഗ് ഫാക്ടറൊക്കെ മ്യാൻമാറായിട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ടിട്ടാണ് ഇന്ത്യസ് ഗേറ്റ് വേ ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആയിട്ട് മ്യാൻമാറിനെ അറിയപ്പെടുന്നത്. സോ ഇവിടെ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരു കാര്യം ആദ്യം തന്നെ ഓർത്തിരിക്കേണ്ടത്, ഇന്ത്യ നമ്മളറിയാം മ്യാൻമാറുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. പിക്ചർ ഇച്ചിരി ക്ലാരിറ്റിയുടെ കുറവുണ്ട്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യ മ്യാൻമാറിന്റെ ബോർഡർ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1643 കിലോമീറ്റേഴ്സ് ആണ്. ഇന്ത്യ 7 കൺട്രീസ് ആയിട്ട് ഇന്ത്യ ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പത്തെ DNA ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു രാജ്യമാണ് മ്യാൻമാർ. 1600 കിലോമീറ്റർ ആണ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ആ ഒരു നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അരുണാചൽ, നാഗാലാൻഡ്, മണിപ്പൂർ ആൻഡ് മിസോറാം, ഈ 4 സംസ്ഥാനങ്ങളുമായിട്ടാണ് മ്യാൻമാർ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് ബോർഡർ ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശുമായിട്ട് 520 കിലോമീറ്റേഴ്സിന്റെയാണ് ബോർഡർ ആര് ഷെയർ ചെയ്യുന്നത്, മ്യാൻമാർ ഷെയർ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 1600 ആണ് ടോട്ടൽ ഉള്ളത്. അതിനകത്ത് 520 കിലോമീറ്റർ അരുണാചലുമായിട്ടാണെന്നുള്ള കാര്യം ഓർമ്മയിൽ വെച്ചേക്കാം. അപ്പോൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇത്ര നാൾ നമ്മൾ പറയുവാണെങ്കിൽ ഒരു ഇന്ത്യ മ്യാൻമാർ ബോർഡർ വളരെ ഒരു ഹാർഡ് ബോർഡർ ഒന്നും ആയിരുന്നില്ല, വളരെ പോറസ് ആയിട്ടുള്ള ബോർഡർ ആയിരുന്നു നമുക്ക് നിലവിലുണ്ടായിരുന്നത്. അതേപോലെ തന്നെ വിസ ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റുകളൊക്കെ നടന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഗവൺമെന്റ് അത് ഹാർഡ് ബോർഡർ ആക്കാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിസ റെസ്ട്രിക്ഷൻസ് വിസ റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ വിസ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിംഗ് അലൗ ചെയ്യത്തുള്ളൂ എന്ന രീതിയിലേക്ക് ഡിസിഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ഓഫ് മ്യാൻമാർ ഫോർ ഇന്ത്യ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെയാണ് സ്ട്രാറ്റജിക് ലൊക്കേഷൻ. കാരണം നമ്മൾ പറഞ്ഞു ഓൾമോസ്റ്റ് 1600 കിലോമീറ്റേഴ്സിന്റെ ഒരു ലാൻഡ് ബോർഡറും ഷെയർ ചെയ്യുന്നുണ്ട് ഈ ഒരു മ്യാൻമാറുമായിട്ട് നമ്മൾ. ആൻഡ് ഇന്ത്യസ് ഗേറ്റ് വേ ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ് മ്യാൻമാർ എന്ന് പറയുവാണെങ്കിൽ. ദെൻ കൗണ്ടറിങ് ചൈനയാണ് എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ മ്യാൻമാറുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴേക്കും ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് ഫോർ കൗണ്ടറിങ് ചൈനയാണ്. കാരണം ഇന്ത്യയുടെ സാഗർ വിഷനകത്ത് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് ഡെവലപ്മെന്റ്സ് മ്യാൻമാറിൽ നടത്തിയിട്ടുണ്ട്. അതിന് ഏറ്റവും ഉദാഹരണമാണ് മ്യാൻമാറിലെ സിത്വേ പോർട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ എക്കണോമിക് കോപ്പറേഷൻ എന്ന് പറയുവാണെങ്കിൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയുടെ ലാർജസ്റ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് പാർട്ണർ തന്നെയാണ് മ്യാൻമാർ. ഇന്ത്യ ഒരുപാട് മേഖലകളിൽ മ്യാൻമാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, സച്ച് ആസ് എനർജി, ഇൻഫ്രാസ്ട്രക്ചർ, അഗ്രികൾച്ചർ മേഖലയിലൊക്കെ തന്നെ മ്യാൻമാറിൽ ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇനി കൾച്ചറൽ പരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പറയുവാണെങ്കിലും ഏൻഷ്യൻ ടൈംസ് തൊട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത്. കാരണം ബുദ്ധിസം എന്ന് പറയുന്നത് ഇപ്പം ഇറ്റ് ഈസ് ബിലീവ് ടു ബി ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ ആണ്. ആ ഒരു ബുദ്ധിസം തന്നെയാണ് ഈ പറഞ്ഞ പോലെ മ്യാൻമാറിൽ ഒരു മേജർ റിലീജിയൻ ആയിട്ടും ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങൾക്കിടയിൽ ഒരു കൾച്ചറൽ സിമിലാരിറ്റി ആയിട്ട് നമുക്ക് ആരെ പറയാൻ പറ്റും, ബുദ്ധിസത്തിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും മേഖലകളിൽ ഇന്ത്യ മ്യാൻമാറുമായിട്ടുള്ള ഒരു കോഓപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ മേഖലയിൽ ഇപ്പോൾ പലപ്പോഴും ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ ചലഞ്ചസ് വളർന്നു വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി പറയുവാണെങ്കിൽ ഇപ്പോൾ ആ ഒരു മ്യാൻമാറിലുള്ള മിലിറ്ററി ജുണ്ടകൾ അല്ലെങ്കിൽ ആ മിലിറ്ററി ഭരണം കൃത്യമായിട്ട് പറയുവാണെങ്കിൽ മിലിറ്ററി ഭരണത്തിന്റെ കീഴിൽ കുറച്ചുകൂടി അവർ ഒരു പ്രോ ചൈന സ്റ്റാൻഡാണ് പലപ്പോഴും എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആ ഒരു റിലേഷൻഷിപ്പ് പതുക്കെ വീക്കൻ ആകുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ ട്രേഡ്
റിലേഷൻ തന്നെ പറയുവാണെങ്കിൽ ടോട്ടൽ ഓഫ് ഓവർ ബൈലാറ്ററൽ ട്രേഡ് 2 ബില്യൺ ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ചൈനയാണ് അതിൽ കൂടുതലും ഇപ്പം മ്യാൻമാറുമായിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യക്ക് ആകെപ്പാടെ $2 ബില്യൺ ട്രേഡ് മാത്രമേ വരുന്നുള്ളൂ. അതിലൊക്കെ കൂടുതലായിട്ട് ചൈന മ്യാൻമാറുമായിട്ട് ഇപ്പോൾ ട്രേഡ് നടക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു മിലിറ്ററിയുടെ ഒരു ഭരണം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യയുടെ ട്രേഡിന്റെ ആ ഒരു അളവ് കുറയുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ റോഹിംഗ്യാസ് ഇഷ്യൂ, ഇപ്പം ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ എസ്പെഷ്യലി അരുണാചൽ അല്ലെങ്കിൽ ആ ഒരു നാഗാലാൻഡ് ആ മേഖലകളൊക്കെ തന്നെ വരുന്നൊരു ഇന്റേണൽ സെക്യൂരിറ്റിയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഈ റോഹിംഗ്യാസ് ഇഷ്യൂസ്. കാരണം റോഹിംഗ്യാസ് നമ്മൾ ഇതിനു മുമ്പ് വാർത്തയിൽ കണ്ടിട്ടുണ്ട്, മ്യാൻമാറിൽ ഈ പറഞ്ഞ പോലെ അവർ ഒരുപാടധികം റിലീജിയസ് പെർസിക്യൂഷൻസ് നേരിടുന്നുണ്ട്. കാരണം വൺ ഓഫ് ദ മൈനർ വിഭാഗങ്ങളാണ്, മ്യാൻമാറിലെ ഒരു മൈനർ വിഭാഗമാണ് ഈ റോഹിംഗ്യാസ് എന്ന് പറയുകയാണെങ്കിൽ. സോ അവരവിടെ ആ ഒരു റിലീജിയസ് പെർസിക്യൂഷൻ സഹിക്കാൻ പറ്റാതെ അവർ മറ്റു പല രാജ്യങ്ങളിലേക്കും അവർ ഈ പറഞ്ഞ പോലെ എന്താ പറയുക രക്ഷപ്പെട്ട് മാറുന്നുണ്ട്. സോ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ അവർ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യയിലേക്കും എസ്പെഷ്യലി ആ ഒരു ബോർഡർ ഷെയർ ചെയ്യുന്ന സംസ്ഥാനങ്ങളിലേക്ക് കയറി വരുന്നുണ്ട്. അവിടെ പിന്നീട് ഈ പറഞ്ഞ പോലെ ഇന്റേണൽ സെക്യൂരിറ്റിയുടെ പല പ്രശ്നങ്ങൾ, കാരണം ഒരുപാട് ആളുകൾ മറ്റിടങ്ങളിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും അവിടുത്തെ ലോക്കൽ ആളുകൾക്ക് റിസോഴ്സസ് തികയാതെ വരുന്നൊരു പ്രശ്നം വരാറുണ്ട്. സോ അത് ഇന്റേണൽ സെക്യൂരിറ്റീസ് ഈ റോഹിംഗ്യാസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ഉണ്ടാകാറുണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ടും ഇന്റേണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടും അത് ഒരുപാട് ഇഷ്യൂസ് സൃഷ്ടിക്കാറുണ്ട്. ദെൻ അടുത്ത ഒരെണ്ണമാണ് ഇന്റേണൽ സെക്യൂരിറ്റി. ഇതിനെ കണക്ട് ചെയ്ത് നമുക്ക് പറയാനാണ്. കാരണം പോറസ് ബോർഡേഴ്സിന്റെ കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നു, ഇന്ത്യ മ്യാൻമാർ തമ്മിൽ പോറസ് ബോർഡേഴ്സ് ആയിരുന്നു. ആ ഒരു ബോർഡേഴ്സിന്റെ പ്രശ്നമായിട്ടാണ് ഈ ഇല്ലീഗൽ ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കയറി വരുന്നു. അതേപോലെ ഒരുപാട് ഇല്ലിസിറ്റ് ആയിട്ടുള്ള ഡ്രഗ്സ്, ആംസിന്റെ ട്രേഡുകളൊക്കെ തന്നെ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കൂടിയാണ് ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റിക്ക് വലിയൊരു ഭീഷണിയായിട്ട് മാറുന്നത്. സോ ആ ഒരു പ്രശ്നം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ ബോർഡർ കുറച്ചുകൂടെ ഹാർഡ് ആക്കാനും ബൗണ്ടറി വാൾസ് ഒക്കെ തന്നെ പണിയാനായിട്ടും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഫ്രീ മൂവ്മെന്റ് റെഷീം തടയാനായിട്ട് ഇത്ര നാളും പോറസ് ബോർഡേഴ്സ് വിസയുടെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി മുതൽ വിസ പരിപാടികളൊക്കെ വെച്ച് മാത്രമായിരിക്കും ഈ രാജ്യങ്ങൾക്കിടയിൽ ആളുകൾക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള രീതിയിലും ഗവൺമെന്റ് വരുന്നുണ്ട്. സോ ഈ പറഞ്ഞ പോലെ ഇത്രയാണ് ഇന്ത്യക്കും മ്യാൻമാറിനും ഇടയിലുള്ള കുറച്ച് ചലഞ്ചസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. എസ്പെഷ്യലി ഈ ചലഞ്ചസ് ഒക്കെ വളർന്നു വരാൻ തുടങ്ങിയത് ആ ഒരു മിലിറ്ററി ഭരണം അവിടെ ടേക്ക് ഓവർ ചെയ്തതിന് ശേഷമാണെന്നുള്ളൊരു പോയിന്റ് കൂടെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാച്ചേക്കാം. അപ്പൊ ഇത്രയും പോയിന്റാണ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി അടുത്തൊരു ആർട്ടിക്കിൾ എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂലുള്ള ആർട്ടിക്കിളാണ് വാട്ട് ആർ ദ RBI's ഗൈഡ് ലൈൻസ് ഓൺ സ്റ്റേറ്റ് ഗ്യാരണ്ടീസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് ഉപയോഗിക്കേണ്ട ആ ഒരു വാക്ക് അല്ലെങ്കിൽ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് വാക്ക് ഈ ഗ്യാരണ്ടീസ്, എസ്പെഷ്യലി സ്റ്റേറ്റ് ഗ്യാരണ്ടീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസം RBIയുടെ വർക്കിംഗ് ഗ്രൂപ്പ് ചേർന്നിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്സിനായിട്ട് ഒരു നിർദ്ദേശം പോലെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്റ്റേറ്റ് ഗ്യാരണ്ടീസ് കൊടുക്കുന്നതിനകത്ത് ഇച്ചിരി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ പറഞ്ഞ പോലെ അനാവശ്യപരമായിട്ട് സ്റ്റേറ്റ് ഗ്യാരണ്ടീസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് മീൻസ് ഒരു ടാർഗറ്റ് ലിമിറ്റ് എങ്കിലും സെറ്റ് ചെയ്യണം. ഒരു വർഷം കൊടുക്കുന്ന സ്റ്റേറ്റ് ഗ്യാരണ്ടീസിന്റെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് RBIയുടെ വർക്കിംഗ് ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് ഗ്യാരണ്ടീസ് എന്നുള്ളതാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഒന്നുമില്ല, ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ നോക്കുവാണെങ്കിൽ ഉറപ്പ് നൽകുക എന്നൊക്കെയുള്ള രീതിയിലാണോ ഗ്യാരണ്ടി പറയുന്നത്. ഇവിടെ സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ്, എയും ബി എന്ന് പറയുന്ന ഒരു രണ്ട് ട്രേഡേഴ്സിനെ നമുക്ക് കണക്കാക്കാം. ഓക്കെ, എയും ബി എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ട്രേഡ് ചെയ്യുമ്പോഴേക്കും എയുടെ കയ്യിൽ നിന്നും ബി എന്ത് ചെയ്യുന്നു, കുറേ സാധനങ്ങൾ ഒരു 1,00,000 രൂപയുടെ ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ ബി വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. എ ആണ് സാധനം വിൽക്കുന്നത്, എയുടെ കയ്യിൽ നിന്നും ബി 1,00,000 രൂപയുടെ സാധനം മേടിച്ചു. എന്നിട്ട് സാധനം മേടിച്ചപ്പോൾ അപ്പം തന്നെ പൈസ സെറ്റിൽമെന്റ് കൊടുക്കുന്നില്ല, പകരം എന്ത് ചെയ്യുകയാണ്, ഒരു അവധി ചോദിക്കുകയാണ്, ഒരു 6 മാസത്തെ കാലയളവ് ചോദിക്കുകയാണ്. 6 മാസം കഴിയുമ്പോൾ ഞാൻ ആ പൈസ തിരികെ നൽകിക്കോളാം എന്ന് ബി ആരോട് പറയുകയാണ്, എയോട് പറയുകയാണ്. ഒരു പരിധി വരെ ഈ പറഞ്ഞ പോലെ എ സമ്മതി ചെയ്യാം, അല്ലെങ്കിൽ എ ഈ പറഞ്ഞ പോലെ അത് സമ്മതിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം സാധനം കൊടുക്കുന്നു, ഈ ബി എങ്ങാനും ഈ പറഞ്ഞ പോലെ ഇത് പൈസ തിരികെ തന്നില്ലെങ്കിൽ മുഴുവൻ വെള്ളത്തിലായില്ലേ. അതുകൊണ്ട് തന്നെ എ ചിലപ്പോൾ സമ്മതിക്കാതിരിക്കാം. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ രാജ്യത്തെ ട്രേഡിനെ അത് കൃത്യമായിട്ടും ബാധിക്കാം. ട്രേഡ് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും സി എന്നുള്ള വ്യക്തി, അതായത് സി ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന ഗവൺമെന്റ് ആണ്, സി എന്ത് ചെയ്യും, സി രംഗത്തേക്ക് വന്നിട്ട് എയോട് പറയും, നിങ്ങൾ ഈ 1,00,000 രൂപയുടെ സാധനം ബിക്ക് കൊടുത്തോളൂ, പേടിക്കേണ്ട, 6 മാസം കഴിഞ്ഞിട്ട് എങ്ങാനും ഇൻ കേസ് ബി പൈസ തന്നില്ലെങ്കിൽ ഞാൻ തന്നോളാം, ബിയുടെ ഓൺ ബിഹാഫ് ഓഫ് ബി ഞാൻ സി ഈ പറഞ്ഞ പോലെ ആ പൈസ തന്നോളാം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഈ ഗ്യാരണ്ടി. അപ്പൊ ഇവിടെ സി എന്ത് ചെയ്യാണ്, ബിയുടെ ബിഹാഫിൽ എക്ക് ഗ്യാരണ്ടി കൊടുക്കുവാണ്. ഇൻ കേസ് ബി എങ്ങാനും ആ എമൗണ്ട് ഈ പറഞ്ഞ പോലെ മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആര് ഡിഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ആര് നൽകിക്കോളാം, സി നൽകിക്കോളാം. ഇവിടെ സി ആണ് ഗവൺമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഗവൺമെന്റ് അത്തരത്തിൽ കൊടുക്കുന്ന ആ ഒരു ഉറപ്പിന് പറയുന്ന പേരാണ് ഗവൺമെന്റ് ഗ്യാരണ്ടീസ്. ഇതിനെ തന്നെ നമ്മൾ പലപ്പോഴും ഇതിനു മുമ്പും പത്രങ്ങളിൽ വാർത്തയായിട്ട് കാണാറുണ്ട്, ഷുവർട്ടി ബോണ്ട്സ്. ഓക്കെ, ഷുവർട്ടി ബോണ്ട്സ് എന്ന് പറയുന്നു ഇതേ സങ്കല്പം തന്നെയാണ്. ഷുവർട്ടി ബോണ്ട്സ് കൂടുതലായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് നൽകുന്നതിന് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഇത്തരത്തിൽ ഗവൺമെന്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഷുവർട്ടി ബോണ്ട്സ് ആയിട്ട് പറയാം. പക്ഷെ പൊതുവിൽ ഷുവർട്ടി ബോണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനികളാണ്. എയും ബിയും രണ്ട് വ്യക്തികളും ആ ബിയുടെ ബിഹാഫ് ആയിട്ട് ഇൻഷുറൻസ് കമ്പനികളാണ് ഷുവർട്ടി ബോണ്ട്സിന്റെ ഭാഗമായിട്ട് ആക്ട് ചെയ്യുന്നത്.
ഇതിനെ വേണമെങ്കിൽ ഒരു രീതിയിൽ പറയുവാണെങ്കിൽ ഷുവർട്ടി ബോൺസ് എന്ന് പറയാം. ബട്ട് ഗവൺമെന്റ് ആംഗിൾ നോക്കുമ്പോൾ ഇത് ഗവൺമെന്റ് ഗ്യാരണ്ടീസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടിട്ട് എന്താണ് സിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ട്രേഡ് കൃത്യമായിട്ട് നടന്നോളും, ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇൻവെസ്റ്റ്മെന്റും ട്രേഡ് ഒക്കെ നടന്നെങ്കിൽ മാത്രമേ എക്കണോമി മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പൊ അത് ഒരു മുടക്കം കൂടാണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഗവൺമെന്റ് രംഗത്തേക്ക് വരുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമി ഈ പറഞ്ഞ പോലെ എക്കണോമിക്കകത്ത് സ്ലോ ഡൗൺ ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും പലപ്പോഴും ഈ ബി എന്ന് പറയുന്ന വ്യക്തിക്ക് തിരിച്ച് പൈസ കൊടുക്കാൻ പറ്റിയെന്ന് വന്നേക്കത്തില്ല. അങ്ങനെ വരുമ്പോഴേക്കും ഗ്യാരണ്ടി ചെയ്യുന്ന സി ഗവൺമെന്റ് എന്ത് ചെയ്യേണ്ടി വരും, എക്ക് പൈസ തിരിച്ചു കൊടുക്കണം. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഗവൺമെന്റിന്റെ ബാധ്യതകൾ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ ബർഡൻ, ഫിനാൻഷ്യൽ ബർഡൻ ഒരു പക്ഷേ എക്കണോമിക് സ്ലോ ഡൗൺ ഒക്കെ വരുന്ന സാഹചര്യങ്ങളിൽ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ RBI ആണെങ്കിലും പറഞ്ഞിരിക്കുന്നത്. അത് സ്വാഭാവികമാണ്, വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ RBI പറയുന്നു ഇങ്ങനെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, ഓക്കെ കുഴപ്പമില്ല, പക്ഷേ ദർ ഷുഡ് ബി എ ലിമിറ്റ്. ആ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഈ പറഞ്ഞ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ദർ ഷുഡ് ബി എ സീലിംഗ്, പ്രൊപ്പോസൽ സീലിംഗ് ആണ്, ലിമിറ്റ് ആണ്. എയ്തർ ഈ പറഞ്ഞ പോലെ 5% ഓഫ് റവന്യൂ റെസീപ്റ്റ്സ്, ഗവൺമെന്റിന്റെ റവന്യൂ റെസീപ്റ്റ്സിന്റെ 5% വരെ ഈ പറഞ്ഞ പോലെ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടോട്ടൽ ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ GDP എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിൽ പറയുന്നതാണ് GSDP, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പൊ GSDPയുടെ 0.5% ഈ വർഷം ഗ്യാരണ്ടി കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ലിമിറ്റ് വെച്ചിട്ട് മാത്രം ഗവൺമെന്റ് ഇത്തരത്തിൽ ഗ്യാരണ്ടീസ് കൊടുക്കുക. അല്ലാണ്ട് ഒരു രീതിയിൽ കൊടുക്കുമ്പോഴേക്കുമാണ് പലപ്പോഴും ഗവൺമെന്റ് അതൊരു ഫിനാൻഷ്യൽ ബർഡൻ ആയിട്ട് മാറാനായിട്ട് ഇടയുണ്ട്. പലപ്പോഴും ഡെപ്റ്റിലേക്കൊക്കെ തന്നെ ഗവൺമെന്റ് ചെന്ന് വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും RBI ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി എന്തിനാണ് പലപ്പോഴും ഗവൺമെന്റ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന എന്റർപ്രൈസസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റ് കോർപ്പറേഷൻസ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ആകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ബാക്കപ്പ് നൽകുന്ന ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകളാകാം, ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഗവൺമെന്റ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് ഗ്യാരണ്ടീസ് ഒക്കെ തന്നെ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. എന്തായാലും ഇതിന്റെ കൺസെപ്റ്റ് ഇത്രയാണ്. എയും ബി എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ട്രേഡ് നടത്തുന്നു. അതിനകത്ത് ബി പൈസ ആരാണോ ബോറോ ചെയ്യുന്നത് ആളുടെ ഈ പറഞ്ഞ, അതായത് ബോറോവർ ആരാണോ ആളുടെ പേരിൽ ഈ പറഞ്ഞ ക്രെഡിറ്റർ, ഇവിടെ ക്രെഡിറ്റർ എ ആയിരുന്നു, ക്രെഡിറ്ററിന് ഈ പറഞ്ഞ പോലെ സി എന്ത് കൊടുക്കുകയാണ്, ഗ്യാരണ്ടി കൊടുക്കുകയാണ്. ആ ബോറോവറിന്റെ പേരിൽ ക്രെഡിറ്ററിന് സി ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുക്കുകയാണ്. ഇൻ കേസ് ആ ഒരു ബോറോവർ ആ ഒരു എമൗണ്ട് ഡിഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ താൻ ആ പൈസ നൽകിക്കോളാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ സ്റ്റേറ്റ് ഗ്യാരണ്ടീസ് എന്നുള്ളൊരു കാര്യം ഓർക്കുക. ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പ്രിലിംസിന്, അപ്കമിംഗ് പ്രിലിംസിനകത്ത് ഈ പറഞ്ഞ പോലെ പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഷുവർട്ടി ബോൺസ്. ഷുവർട്ടി ബോൺസിനകത്ത് പക്ഷേ ഇൻഷുറൻസ് കമ്പനികളാണ് വരുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളാണ് ഇത് കൂടുതലായിട്ടും വരുന്നുള്ള ഒരു പോയിന്റ് കൂടെ കൃത്യമായിട്ട് നോർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളതും. ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നത്തെ DNA നമുക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ള ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്